വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ ഹദീസ് വെച്ചിട്ട് കബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല, കെട്ടിപ്പൊക്കിയതൊക്കെ നിരത്തേണ്ടതാണ് എന്നൊന്നും കിട്ടൂല. ഇത് ഈ ഹദീസിൽ പറയപ്പെട്ട വ്യക്തികൾ അത് മുശ്രിക്കുകളാണ്. മുശ്രിക്കുകളുടെ ഖബറിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. മുഅ്മിനീങ്ങളുടെ സഹാബത്തിന്റെ ഖബറിനെ കുറിച്ചല്ല. എന്ന് പറയാൻ കാരണം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്നവരായിരുന്നു ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാരൻ എന്ന് സ്വഹീഹായ റിപ്പോർട്ടിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അതിന്റെ ഷറഹിൽ പറയുന്നുണ്ട്, ഇർത്തിഫാ ഉണ്ടായിരുന്നു, ആ ഖബറിന് ഇർത്തിഫാ ഉണ്ടായിരുന്നു. അപ്പോ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെന്നും ഉയർത്തി കെട്ടിയിട്ടുണ്ടെന്നും മറ്റ് സ്വഹീഹായ പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കെട്ടിപ്പൊക്കിയ ഖബറ് പൊളിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുശ്രിക്കുകളുടെ ഖബറാണ് എന്ന് മാത്രമല്ല, കെട്ടിപ്പൊക്കിയ ഖബറ് ഭൂമിയിലേക്ക് നിരത്തണം എന്നാ പറഞ്ഞത്. നമ്മൾ ഖബറുകളൊക്കെ തന്നെ ഒരു ചാണ് ഉയർത്താറുണ്ട്. സാധാരണക്കാരുടെ ഖബർ ഒരു ചാണ് ഉയർത്താറുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഈ ഹദീസ് വെച്ചിട്ട് ചാണ് ഉയർത്താൻ പാടുണ്ടോ? ഈ മുജാഹിദിന്റെയും ഈ ജമാഅത്തുകാരന്റെയും മറ്റുമൊക്കെ തന്നെ ഖബർ നോക്കിയാൽ ഒരു ചാണ് ഉയർത്തിയിട്ടുണ്ടാകും. അപ്പൊ അത് ഇതിനെതിരല്ലേ? കാരണം ഇല്ലാ സബ്ബൈതഹു എന്നതിനെതിരല്ലേ? ഭൂമിയുമായിട്ട് നിരപ്പാക്കുന്നില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഖബറിനെ പറ്റിയല്ല, മുശ്രിക്കുകളുടെ ഖബറിനെ പറ്റിയാണ് എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.